ഹായ് ഗൈസ്, സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ നീറ്റിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പം ഒരു കുറച്ച് പേര് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ എം വെരി ഹാപ്പി. നിങ്ങൾക്ക് ഇത്തിരി പേർക്കെങ്കിലും അത് ഇച്ചിരി ഹെൽപ്ഫുൾ ആയതുകൊണ്ട്. സോ നമ്മൾ ഓർത്ത് ഇനിയിപ്പോൾ നീറ്റൊക്കെ കഴിഞ്ഞല്ലോ, അപ്പം ഇനിയും കുറച്ച് പേര് നല്ല ഡൗട്ട്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഓക്കെ, സോ നീറ്റ് കഴിഞ്ഞു. ഇപ്പോൾ രണ്ട് ടൈപ്പ് ലൈക്ക് ഒരു രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, വൺ കാറ്റഗറി നമുക്ക് കട്ട് ഓഫ് ഒന്നും അറിയില്ല, ബട്ട് സ്റ്റിൽ പേപ്പർ എളുപ്പമായുണ്ട്. എന്നാലും കുറച്ച് പേരുണ്ടാവും എന്തായാലും കിട്ടുമെന്ന് ഉറപ്പിച്ച് നിൽക്കുന്നവർ. സോ ആക്ച്വലി അവരോട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. പിന്നെ ജസ്റ്റ് നിങ്ങൾ ഇനി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലൈഫിനെ കുറിച്ച് ആലോചിക്കുക. പിന്നെ ഇച്ചിരി ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർ, ലൈക്ക് എൻ്റെ അന്നത്തെ സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നീറ്റ് കഴിഞ്ഞു, നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് ആക്ച്വലി പെർഫോം ചെയ്യാൻ പറ്റിയില്ല നീറ്റിന്. ഇനി എന്ത് ചെയ്യണം? പാർഷ്യൽ ഡ്രോപ്പ് ചെയ്യണോ, കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ചെയ്യണോ, അതോ എന്താ ചെയ്യേണ്ടത്? ഇപ്പം 1 ഇയറൊക്കെ ഇതിന് വേണ്ടി നിന്നവരുണ്ടാവും, അവർക്ക് ഇനി റീറിപ്പീറ്റ് ചെയ്യാനൊരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ ചില ആൾക്കാർ വേറെ കോഴ്സിൽ ചേർന്നുകൊണ്ട് പഠിക്കുന്നതുണ്ടാവും. അങ്ങനെ അപ്പോൾ അവർക്കൊക്കെ നല്ല ഡൗട്ടായിരിക്കും ഇനി എന്താ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഫോർ യു. സോ എനിക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, MBBS അത് ആക്ച്വലി ഒരു മോർ ദാൻ യുവർ ഡ്രീം. അതൊരു പാഷനായിരിക്കണം. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ലൈഫ് ലോങ് ചെയ്യേണ്ട കാര്യം അതായിരിക്കും. ലൈക്ക് ഒരു 9 to 5 ജോബ് അതായിരിക്കും മിക്ക പേരും ചെയ്യേണ്ടി വരുന്നത്, ഇൻക്ലൂഡിങ് മീ. അപ്പം നമുക്കൊരു ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ പറ്റണം. അതായത് നമ്മുടെ നമുക്കൊരു പാഷൻ ഉണ്ടായിരിക്കണം. വി ഷുഡ് ബി ഹാപ്പി. രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ ഈ വർക്കാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഈ കാര്യം ഞാൻ ചെയ്തു, എനിക്ക് ഇത്ര ഹെൽപ്പ് ചെയ്യാൻ പറ്റി. സോ ഈ MBBS ഈ നീറ്റ് എഴുതുന്നവർ മിക്ക പേരും ഭയങ്കര പാഷനേറ്റ്, MBBSനോട് ഭയങ്കര പാഷനുള്ള ആൾക്കാരായിരിക്കും. കാരണം മേ ബി സർവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ സാലറി ആയിരിക്കാം. പക്ഷേ അതെനിക്ക് പറയാനുണ്ട്, ഈ സാലറീൻ്റെ കേസ് വരുമ്പോൾ അതാലോചിച്ച് നിങ്ങൾ ആരും അതിനു വേണ്ടി നല്ലൊരു സാലറിക്ക് വേണ്ടി മാത്രം 1 ഇയർ ഡ്രോപ്പ് ചെയ്ത് ഈ കോഴ്സ് എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഇപ്പം വേറെ എത്രയോ കോഴ്സ് ഉണ്ട്, എത്രയോ ജോബ്സ് ഉണ്ട്, ഇതിനേക്കാളും എത്രയോ പൈസ കിട്ടും, സാലറി കിട്ടും. ആൻഡ് എന്താ പറയുക, ഈ 5 ഇയേഴ്സ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കുറേ കോഴ്സ് ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ പാഷൻ അനുസരിച്ച് പോകാൻ ശ്രമിക്കുക. ഇനി അല്ലാത്തത്, നമുക്ക് ആക്ച്വലി ഒരു ഡോക്ടർ ആവണം, പല റീസൺസും ഉണ്ടാവും, നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ഡോക്ടർ ആവണം എന്ന് ഫീലുള്ള ആൾക്കാർ ഡ്രോപ്പ് ചെയ്താണെങ്കിൽ ഒരു 3 ഇയർ ഡ്രോപ്പ് ചെയ്താൽ പോലും ഈ കോഴ്സ് നല്ല വർത്താണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 2 വർഷം ഡ്രോപ്പ് ചെയ്തോ, 1 വർഷം ഡ്രോപ്പ് ചെയ്തോ, 4 വർഷം ഡ്രോപ്പ് ചെയ്തോ, ഈ ജസ്റ്റ് ഡസ് ഇൻ മാറ്റർ. ഇവിടെ വന്നാൽ നിങ്ങൾ MBBS സ്റ്റുഡൻ്റ് ആണ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറാണ്, അത്രേ ഉള്ളൂ. നിങ്ങൾ ഡോക്ടർ ആവാൻ ജോലിക്ക് കയറുന്ന സമയത്ത് ആരും നിങ്ങളോട് ചോദിക്കില്ല നിങ്ങൾ എത്ര വർഷം ഡ്രോപ്പ് ചെയ്തു, എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രോപ്പ് ചെയ്തത്. അതൊന്നും മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. നിങ്ങൾ ഡോക്ടറാണ്, അത്രേ ഉള്ളൂ. ഇവിടെ പഠിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് നിങ്ങൾ ഡോക്ടറാണ്. ഇനിയിപ്പോൾ ഏത് കോഴ്സാണെങ്കിലും ഒരു നല്ല ജോലി കിട്ടണമെങ്കിൽ ആദ്യം ഒരു 3 ഇയേഴ്സ് ചെയ്യണം, പിന്നെ ഒരു +3 ഇപ്പം എന്താ പറയുക, അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. സോ അതുപോലെയൊക്കെ ചിന്തിച്ചാൽ മതി. ഒരു 5 ഇയർ MBBS. പിന്നെ പാരൻസ് പ്രഷർ ചെയ്യുക, അങ്ങനെ ലൈക്ക് ഫാമിലി പ്രഷർ, പിയർ പ്രഷർ, അതൊക്കെ കാരണം ഈ കോഴ്സിന് വരുന്ന ആൾക്കാർ ആക്ച്വലി ഇച്ചിരി കഷ്ടപ്പാടായിരിക്കും ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കാരണം ഡ്രോപ്പ് ചെയ്യുന്ന പോലെ അല്ല ഈ കോഴ്സ്. ഇറ്റ്സ് ഫൺ, എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ. അല്ലെങ്കിൽ ഇറ്റ്സ് റിയലി സ്ട്രെസ്ഫുൾ. ഇപ്പം അത് ഇഷ്ടപ്പെട്ട് വന്ന ആൾക്കാർക്ക് പോലും ചില സമയത്ത് അതിൻ്റെ സ്ട്രെസ്സ് താങ്ങാൻ പറ്റുന്നില്ല. എല്ലാ കോഴ്സിനും അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാവും, അതല്ല ഞാൻ പറയുന്നത്. ഇതിന് വേണ്ടി ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ഇതിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഈ കോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. സോ അത്യാവശ്യം നല്ല പ്രഷറുണ്ട് ഈ കോഴ്സിന്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് ആദ്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഫസ്റ്റ് ഇയറൊക്കെ വന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല കഷ്ടപ്പാടായിരിക്കും. വിത്ത് ഫാമിലി പ്രഷറോ അല്ലെങ്കിൽ ലൈക്ക് ഈ സൊസൈറ്റീനെ ബോധിപ്പിക്കാനൊക്കെ ആണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല കഷ്ടപ്പാടായിരിക്കും. മേ ബി ഒരു 2nd 3rd ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആവുന്ന പറഞ്ഞാൽ കരിക്കുലം ഇപ്പം
ആക്ച്വലി നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, കോഴ്സിലുള്ളവർക്ക് അറിയുന്നുണ്ടാവും. CBMA ആണ്, കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്താ അറ്റൻഡൻസിൻ്റെ കാര്യത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തേർഡ് ഇയറിലെ 2 സബ്ജക്ട്സ് ENT ഒഫ്താൽ അത് 4th ഇയറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് 4th ഇയറിൽ 6 ക്ലിനിക്കൽ സബ്ജക്ട്സ് ഉണ്ടാവും. മെഡിസിൻ, പീഡിയാട്രിക്സ്, OBG, ഒഫ്താല്, ENT. ഇപ്പം ഞാൻ മിസ് ഔട്ട് ചെയ്തത് സർജറീൻ്റെ പ്രാക്ടിക്കലായിട്ടാണ് ഓർത്തുണ്ടാവുക. സർജറി തന്നെയായിരിക്കും നിങ്ങളുടെ ഒരു മേജർ സബ്ജക്റ്റ്. ആൻഡ് ഇതൊക്കെ അത്യാവശ്യം നല്ലോണം പഠിക്കാനുണ്ട്. ടെക്സ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തോരം കട്ടിയുണ്ട്. സോ ഇപ്പോഴത്തെ കരിക്കുലം അനുസരിച്ച് നമ്മളെ തേർഡ് ഇയറിൽ പണ്ട് ഒഫ്താല്, ENT, കമ്മ്യൂണിറ്റി, ഫോറൻസിക് ഈ 4 സബ്ജക്ട്സ് ആയിരുന്നു. സോ ഒഫ്താലും ENT ആ ഒരു ഇയറിനോട് തീരുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ മാറ്റിയിട്ട് ഇത് രണ്ടും 4th ഇയറിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ ആയിട്ടോ ചെയ്ത്, ഐ മീൻ ഈ ഇയർ ആണ് ചെയ്ത്. അപ്പോൾ ഇത് ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 6 ക്ലിനിക്കൽ സബ്ജക്ട്സ് ഉണ്ടാവും 4th ഇയറിൽ എഴുതാൻ വേണ്ടിയിട്ട്. അതും ഇനി കരിക്കുലം മാറുമോന്നും അറിയില്ല. അപ്പം അത്യാവശ്യം നല്ലോണം പഠിക്കാനുണ്ടാവും. സോ ഇങ്ങനൊരു പ്രഷർ ചെയ്തിട്ട് വരേണ്ട ആവശ്യമില്ല ആരും. ബട്ട് നിങ്ങൾക്കായിട്ടൊരു ഡോക്ടർ ആവണം, ഞങ്ങൾക്ക് സർവീസ് ചെയ്യണം, ഞങ്ങൾക്ക് ഇങ്ങനെ ലൈക്ക് നിങ്ങളിത് സോഷ്യലൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതായത് പേഷ്യൻസൊക്കെ ആയിട്ട് നല്ല സോഷ്യലൈസ് ചെയ്യണം നമ്മൾ. അപ്പോൾ അതിന് തയ്യാറാണെങ്കിൽ ഈ കോഴ്സിന് വരെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ പാർഷ്യൽ ഡ്രോപ്പിൻ്റെ കാര്യം അതും ഇതന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾക്കൊരു കോഴ്സ് ചെയ്തുകൊണ്ട് എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും പാർഷ്യൽ ഡ്രോപ്പ് ചെയ്യണം. കാരണം അങ്ങനെ ചെയ്തിട്ട് വരുന്ന ഒത്തിരി പേരെ നമുക്കറിയാം, പാർഷ്യൽ ഡ്രോപ്പ് ചെയ്ത് 3 ഇയേഴ്സ് ഡ്രോപ്പ് ചെയ്ത് 4 ഇയേഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട്. പക്ഷേ ഈ കോഴ്സ് ആക്ച്വലി അതിന് വേർത്താണ്. നിങ്ങൾക്ക് ആവണം എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തായാലും ഒരു ഇയർ ഡ്രോപ്പ് ചെയ്ത് നീറ്റ് എഴുതിയെടുക്കാൻ മാക്സിമം ശ്രമിക്കണം. വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ്. കോളേജ് ലൈഫ് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആണ്. MBBS ഈ എക്സാമിൻ്റെ ഒരു ടൈം ഒഴികെ ഈ ക്ലിനിക്സ് ഫസ്റ്റ് ഇയർ ഇച്ചിരി ബോറാണെങ്കിലും ക്ലിനിക്സ് ഒക്കെ വരുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് എക്സ്പോഷർ കിട്ടും പേഷ്യൻസ് ആയിട്ട്. പിന്നെ OT കയറുന്നത് അതൊക്കെ ഒരു എന്താ പറയുക, ഒരു അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഇത്രേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഐ ഹോപ്പ് ഇത് ഇപ്പോഴും കൺഫ്യൂഷനുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്ത് കാണും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ ചോദിച്ചാൽ മതി. ഞാൻ മാക്സിമം എനിക്കറിയാത്ത കാര്യമാണെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു ആൻഡ് പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.